അഷ്ടമസ്കന്ധത്തിൽ മൂന്ന് പ്രധാനപ്പെട്ട വിഷയം. അവസാനത്തെ ഒരു ചെറിയ കഥ മത്സ്യാവതാരം. ഏതാണ് ഈ മൂന്ന് കാര്യങ്ങൾ? ഗജേന്ദ്രമോക്ഷം, പാലാഴി മഥനം, വാമനാവതാരം, മത്സ്യ. ഈ 4 കഥകളാണ് പറയുക. അതിലാദ്യത്തേത് ഗജേന്ദ്രമോക്ഷം. സംഭവം എന്താണ്? പണ്ട് ഒരു രാജാവ് ഉണ്ടായിരുന്നു, ഇന്ദ്രദ്യുമ്നൻ. പാണ്ഡ്യദേശമാണ്, നമ്മുടെ ഈ നാട്ടിലാണ് അദ്ദേഹം ഭരിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം ഒരു വിഷ്ണു ഭക്തനായിരുന്നു. അദ്ദേഹം എപ്പോഴും അങ്ങേയറ്റം ഭക്തിയോടുകൂടി ഭഗവാനെ ആരാധിച്ചു വന്നു. അങ്ങനെ ഇരിക്കെ ആരാധനയുടെ ഭാഗമായിട്ട് ഒരിക്കൽ അദ്ദേഹം ഒരു മൗനവ്രതം അനുഷ്ഠിക്കാൻ തീരുമാനിച്ചു. ഈ മൗനവ്രതം അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന് ഭഗവാനെ പൂജിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ കാണാൻ വേണ്ടി അഗസ്ത്യ മഹർഷി ശിഷ്യഗണൈഹി പരിശ്രത, ശിഷ്യന്മാരോട് കൂടി ചേർന്ന് അവിടേക്ക് വന്നു. അപ്പോൾ രാജാവിൻ്റെ അടുത്തേക്ക് മഹർഷിമാർ വരിക, നേരിട്ട് കയറി ചെല്ലുന്നില്ലല്ലോ, കോട്ടവാതിക്കൽ നിൽക്കും. അപ്പോൾ വിവരം കിട്ടും രാജാവിന്. രാജാവ് അവിടെ നിന്നും താലപ്പൊലിയൊക്കെ ആയിട്ട് വളരെ മാന്യമായ രീതിയിൽ മഹർഷിയെ കൂട്ടിക്കൊണ്ടുപോകും. ഒരിടത്ത് ഇരുത്തം, കാലുകൾ, ഇതൊക്കെ ചെയ്യില്ലേ? അങ്ങനെയാണ് സത്കാരം. അപ്പോൾ അതനുസരിച്ചിട്ട് ഇവിടെ വിവരം കൊടുത്തു രാജാവിന്. രാജാവ് പക്ഷേ അവിടെ നിന്നും പുറത്തേക്ക് വന്നില്ല, ഈ മഹർഷിയെ സ്വീകരിച്ചില്ല. കാരണം അദ്ദേഹം പൂജ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അദ്ദേഹം മൗനവ്രതത്തിലായിരുന്നു. അതുകൊണ്ട് വന്നില്ല പുറത്തേക്ക്. ഇതറിഞ്ഞിട്ട് പോലും അഗസ്ത്യ മഹർഷി അദ്ദേഹത്തെ ശപിച്ചു. എന്താ ശാപം? ആനയായി പോകട്ടെ എന്ന് ശാപം. അപ്പോൾ ഇവിടെ നമ്മൾ ആലോചിക്കുമ്പോൾ ഈ രാജാവ് മോശമായിട്ടുള്ളൊരു കാര്യം ചെയ്യുന്നൊന്നുമല്ലല്ലോ, ഈശ്വര പൂജ ചെയ്യണമല്ലോ. അപ്പോൾ അത് ചെയ്യുന്നതിന് അത് മനസ്സിലാക്കിയിട്ട് ശപിക്കാതിരിക്കണ്ടേ? ശപിച്ചത് മോശമായി പോയില്ലേ എന്ന് ചിലർ സംശയിക്കും. ആ സംശയത്തിൻ്റെ സമാധാനം, ഗുരുനാഥൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുകയാണെങ്കിലും എഴുന്നേറ്റ് ബഹുമാനിക്കണം. കാരണം അത്രയധികം പ്രധാനപ്പെട്ട ഒരു പദവിയാണ് ഗുരുനാഥൻ്റെ. അതുകൊണ്ടാണ് രാവിലെ നമ്മൾ ജപിക്കും, ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശിവനും വിഷ്ണുവും ബ്രഹ്മാവും പരബ്രഹ്മവും എല്ലാം ഗുരുനാഥനാണ്. അത്രയധികം പ്രാധാന്യമാണ് ഗുരുനാഥൻ്റെ പദം. അതുകൊണ്ടാണ് ഒരു കവി പറയുന്നത്, ഗുരുവും ഈശ്വരനും ഒന്നിച്ച് വന്നാൽ ഞാൻ ആദ്യം ആരെ നമസ്കരിക്കും? ഗുരുവിനെ നമസ്കരിക്കും. കാരണം ഗുരുവാണ് ഈശ്വരനെ കാണിച്ചു തന്നത്. അപ്പം അതുകൊണ്ടായിരിക്കാം ഏതായാലും ശപിച്ചു ആനയായി തീർന്നു. ആനയാവെന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരമൊക്കെ വല്ലാണ്ട് കറുത്തിരുണ്ടു, തടിച്ചു വന്നു, കാലൊക്കെ വല്ലാണ്ട് വണ്ണം വെച്ചു, കൈ വണ്ണം വെച്ചു, മൂക്കും ചുണ്ടും കൂടിയിട്ട് ഒരു തുമ്പിക്കൈയായി മാറി, ചെവി വലുതായി, കൊമ്പ് കുളച്ചു, ചിഹ്നം വിളിച്ച് ആനയായിട്ട് കാട്ടിലേക്ക് പോയി. ഗജം എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഗജം എന്നല്ല പറഞ്ഞത്, ഗജേന്ദ്രൻ എന്ന് പറഞ്ഞു. കാരണം ആനകളിൽ ആ ആന ഏറ്റവും കേവനായി തീർന്നു എന്ന് മാത്രമല്ല മൃഗങ്ങളുടെ മൊത്തത്തിൽ രാജാവായി തീരുന്നു ഈ ഗജേന്ദ്രൻ. നാരായണത്തിൽ കാണാം, അങ്ങയുടെ ഭക്തന്മാർ എവിടെ ചെന്നാലും നശിച്ചു പോവില്ല, അവർ ചെല്ലുന്നിടത്ത് യോഗ്യന്മാരായി തീരുന്നർത്ഥം. അങ്ങനെ ആനയായിട്ട് ഗജേന്ദ്രനായിട്ട് വനരാജാനായ സിംഹത്തെ പോലും പേടിപ്പിച്ചുകൊണ്ട് അങ്ങനെ കടന്നു ജീവിച്ചു വരികയാണ്. അങ്ങനെ ഇരിക്കെ ആ കാട്ടിൽ വലിയൊരു വരൾച്ച ഉണ്ടാകുന്നു. ഒരു ദിക്കിലും വെള്ളമില്ല കുടിക്കാൻ. തടാകവും പുഴയും കിണറും ഒക്കെ വറ്റി വരണ്ടിരിക്കുന്നു. എല്ലാ ജീവജാലങ്ങളും കഷ്ടപ്പെടുന്നു. ആന കുറേ അധികം കഷ്ടപ്പെട്ടു. അപ്പം അങ്ങനെ ഇരിക്കെ ഈ ജീവജാലങ്ങളുടെ കഷ്ടതയെക്കുറിച്ച് മനസ്സിലാക്കി ഈ ആനയ്ക്കും വെള്ളം കുടിക്കണം. അപ്പോൾ എന്താ വഴിയെന്ന് ഇങ്ങനെ ആലോചിച്ചു. തുമ്പിക്കൈയും മേലയേക്ക് ഉയർത്തി വെച്ചു. അപ്പോൾ ദൂരെ നിന്നും താമരയുടെ ഗന്ധം വരുന്നതായിട്ട് മനസ്സിലായി. താമരയ്ക്ക് അങ്ങനെ വലിയൊരു ഗന്ധമൊന്നുമില്ല. ഇപ്പോൾ മുല്ലപ്പൂ പോലൊരു മണമൊന്നും താമരയ്ക്കില്ല. വളരെ സൂക്ഷ്മമായ ഗന്ധമേ ഉള്ളൂ. പക്ഷേ ആ സൂക്ഷ്മമായ ഗന്ധം പോലും മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് ആനയ്ക്ക്. കാരണം ആന മണം പിടിച്ചാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആന അങ്ങോട്ട് പുറപ്പെടുകയാണ്. ഈ മണം കിട്ടിയ ഭാഗം ലക്ഷ്യമാക്കിയിട്ട് അങ്ങ് പോകുന്നു. സുഗതകുമാരി ടീച്ചറുടെ മനോഹരമായ ഒരു കവിതയുണ്ട്, ഗജേന്ദ്രമോക്ഷം എന്ന പേരിൽ. വായിച്ചിട്ടുണ്ടോ? വായിക്കേണ്ടതാണ്. അതിൽ കാണാം, അടിവെപ്പാൽ അടവി കുലുക്കി ചിഹ്നം വിളിയാൻ ഉലകു കുലുക്കി. എന്താ ആനയുടെ ഒരു പോക്ക്? മുമ്പിൽ പോകുന്ന ആന, അതിൻ്റെ പിന്നാലെ ബാക്കിയുള്ള മൃഗങ്ങളുടെ ഒരു ഘോഷയാത്രയാണ്. മുമ്പിൽ പോകുന്ന ഗജേന്ദ്രൻ്റെ വിചാരം ഓരോ ഭാഗത്തേക്കും ചവിട്ടുമ്പം ഭൂമി അങ്ങോട്ട് ചെരിഞ്ഞു പോകുന്നുണ്ടെന്നൊക്കെയാണ്. നമുക്കുണ്ടാവും അങ്ങനെ ഒരു കാലം. സകലരും എന്നെ കാണാൻ വേണ്ടി വരികയാണ്, എന്നെയാണ് ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രം എന്നൊക്കെ വിചാരിക്കും. അഹങ്കാരം കൊണ്ട് ഏതൊരാൾക്കും ഉണ്ടാവും, സാധ്യത ഉണ്ടാവും. കുറേ കഴിഞ്ഞാൽ മനസ്സിലാവാം, ഞാൻ ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല എന്നൊക്കെ പിന്നെയും മനസ്സിലാവും. ആദ്യം തിരിച്ചറിയാൻ പറ്റില്ല. ഏതായാലും ആന അങ്ങനെ ഗംഭീരമായിട്ട്, കാരണം എന്തൊക്കെ എല്ലാ ജീവജാലം ഇതിൻ്റെ പിന്നാലെ ഇങ്ങനെ നടന്നു പോകുന്നു അനുസരണയുള്ള രീതിയിൽ. അങ്ങനെ പോയി കുറച്ചുകൂടി ചെന്നപ്പം ആ മണം നന്നായിട്ട് വരാൻ തുടങ്ങി. നടത്തത്തിന് വേഗത, കാരണം ദിവസങ്ങളായിട്ട് വെള്ളം കുടിച്ചിട്ടില്ല. വേഗം അങ്ങോട്ട് നടന്നു. കുറച്ചുകൂടി ചെന്നപ്പോൾ തണുത്ത കാറ്റ് വരാൻ തുടങ്ങി, പല പല ഗന്ധങ്ങൾ വരാൻ തുടങ്ങി. ചെന്ന് നോക്കുമ്പോൾ എന്താ കഥ? അതിസുന്ദരമായ ഒരു പൊയ്ക അവിടെ കണ്ടുതാണ്. ഉദ്യാനം ഋതുമന്നാമം ആക്രീഡം സുരയോഷിതാം. ദേവസ്ത്രീകൾ പോലും വന്ന് കുളിക്കുന്ന അതിസുന്ദരമായിട്ടുള്ള ഒരു തടാകം, സ്വച്ഛമായ സ്ഫടിക സമാനമായ വെള്ളം, അനവധി ചെടികൾ, അനവധി വൃക്ഷങ്ങൾ, അനവധി വള്ളികൾ, ഒന്നും പറയണ്ട, അതിസുന്ദരം. അപ്പോഴേക്കും ഈ മൃഗങ്ങളുടെ ഒക്കെ നടത്തത്തിന് വല്ലാണ്ട് വേഗത കൂടി. ഈ മൃഗങ്ങൾ ഇതിന് ചുറ്റും നിന്നിട്ട് ധാരാളം വെള്ളം കുടിക്കാൻ തുടങ്ങി. തണുത്ത നല്ല സുഖമായിട്ടുള്ള വെള്ളം അങ്ങനെ കുടിച്ചു.
അപ്പം നന്നായിട്ട് ആലോചിക്കൂ. ഇവിടെ തെറ്റ് ഇതുവരെ സംഭവിച്ചോ? എന്തെങ്കിലും തെറ്റ് സംഭവിച്ചോ? ഇല്ല. കാരണം വെള്ളം കിട്ടിയിട്ടില്ല, വെള്ളം കിട്ടാൻ വേണ്ടി പോകണം, വെള്ളം കിട്ടാൻ വേണ്ടി അന്വേഷിക്കണം, നിർബന്ധമായിട്ടും വെള്ളം കുടിക്കണം. അത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വേണ്ടതാണ്, അത് ചെയ്ത്. അപ്പം വെള്ളം കുടിച്ചതിൻ്റെ ഭാഗമായി ഇനി എന്ത് ചെയ്യുന്നു? അവർ കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറ്റി തെറിപ്പിക്കാനൊക്കെ തുടങ്ങി, വെള്ളം മേലെ കോരി ഒഴിക്കാൻ തുടങ്ങി. അതുവരെ നമുക്ക് അംഗീകരിക്കാം, കുഴപ്പമൊന്നുമില്ല. ശരി, ഇനി കയറിപ്പോരണമെന്ന വിചാരം പോലും ഇല്ലാതെ ഇത് തന്നെയാണ് സുഖം, ഇവിടെ തന്നെ കിടക്കാം എന്ന് വിചാരിച്ചാൽ അവിടെയാണ് ബുദ്ധിമുട്ട് വരിക. അതിസുന്ദരമായിട്ട് അങ്ങനെ കഴിഞ്ഞു വന്നു, സമയം പോകുന്നത് അറിയുന്നില്ല. നോക്കൂ, നമ്മളെ വലിയൊരു പ്രശ്നം സുഖം അനുഭവിക്കുമ്പോൾ സമയം പോകുന്നത് മനസ്സിലാവില്ല. സുഖം അനുഭവിക്കുക സമയം പോകുന്ന അറിയില്ല. ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ഇഷ്ടപ്പെട്ട വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ സമയം ഇത്രയൊക്കെ ആയോ സമയം എന്ന് ചോദിക്കും. മോശമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുകയാണെങ്കിലോ, കാലിൽ മുറിഞ്ഞു, വല്ലാണ്ട് വേദനയാവുകയാണ്, രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, തിരിഞ്ഞും പറഞ്ഞും കിടക്കുകയാണ്, സമയം നോക്കി 10 മണി, കുറേ കഴിഞ്ഞ് നോക്കും 10:10 ഉള്ളൂ. ഈശ്വരൻ, എന്താ സമയം പോകുന്നില്ലേ തോന്നും. സമയമൊക്കെ കൃത്യമായിട്ട് പോകുന്നുണ്ട്, നമ്മുടെ അനുഭവം കൊണ്ട് നമുക്ക് സമയം പോകുന്നില്ലെന്ന് തോന്നാൻ. അപ്പോൾ ഇവിടെ സുഖം അനുഭവിച്ചുകൊണ്ട് വെള്ളം ഇങ്ങനെ ചീറ്റി തെറിപ്പിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നു, ബഹുരസം, കയറിപ്പോകണമെന്നുള്ള വിചാരം പോലും ഇല്ലാതെ അങ്ങനെ കഴിഞ്ഞ് വരുമ്പോൾ എന്തോ ഒന്ന് വന്നിട്ട് കടിച്ചു എന്ന് പറഞ്ഞു ഗജേന്ദ്രൻ. പറയുമ്പോഴത്തേക്കും ബാക്കിയുള്ള എല്ലാ ജീവികളും കരക്കിയിരുന്നു. ഇയാളെ കടിച്ചു, ഞങ്ങളെ കടിക്കണ്ട എന്ന് കടിച്ചിട്ട് എല്ലാം കയറി കരക്കി വന്നു. കണ്ടില്ലേ സ്നേഹമൊക്കെ? ഇത്രയ്ക്കുള്ളൂ സ്നേഹം എന്നൊക്കെ പറയാം. എന്തായിരുന്നു പുറകിൽ വരുന്ന സമയത്തല്ല കേവത്തം, എല്ലാവരും കരക്ക് കയറിയിരുന്നു. അപ്പോഴും ഗജേന്ദ്രൻ്റെ വിചാരം എന്താണ്? നിസ്സാരം, എന്താ എൻ്റെ ശക്തി, നിസ്സാരമായിട്ട് തട്ടി അങ്ങ് തെറിപ്പിക്കാമെന്നുള്ള വിചാരമാണ്. കാലൊന്ന് വീശി നോക്കി, പോകുന്നില്ല. ഒന്നുകൂടി ശക്തമായിട്ട് ഇങ്ങനെ വീശി നോക്കി, രക്ഷയില്ല, പോകുന്നില്ല. വന്ന് കടിച്ചത് വലിയൊരു മുതലയാണ്. ആ മുതല വന്നിട്ട് കടിച്ചു. മുതലയുടെ കടിച്ചതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുതലയുടെ പല്ലുകളൊക്കെ അകത്തേക്ക് വളഞ്ഞുകൊണ്ടാണ്. അകത്തേക്ക് വളഞ്ഞുകൊണ്ടുള്ള പല്ലുകൊണ്ട് മുതല പോയി കടിക്കുന്നു, മുതല താഴേക്ക് വലിക്കുന്നു, ആന മേലേക്ക് വലിക്കുന്നു. ഇത് കൂടുതൽ ഭീകരമാവല്ലാണ്ട് എപ്പോഴെങ്കിലും വിട്ടുപോരുമോ? അങ്ങനെ ഓരോ മൃഗങ്ങളും കരക്കി എറിയുന്നു. ആനകൾ വന്നിട്ട് തുമ്പിക്കൈയൊക്കെ ചേർത്ത് കോർത്ത് പിടിച്ച് വലിച്ചു നോക്കി, രക്ഷയില്ല. പല വള്ളികളും ഇട്ട് നോക്കി, മരത്തിനോട് കൂട്ടി കെട്ടി പലതും ചെയ്തു നോക്കി, ഒരു തരത്തിലും രക്ഷപ്പെടുത്താൻ സാധിക്കുന്നില്ല. പിന്നെ ആകുമ്പോഴത്തേക്കും ഓരോ മൃഗങ്ങളും ഇങ്ങനെ തിരിച്ചു പോകാൻ തുടങ്ങി. അടുത്ത വെള്ളിയാഴ്ച വരാം, കുട്ടിയൊക്കെ സ്കൂളിൽ പോകണ്ടേ, ഭർത്താവിന് ജോലിയില്ലെന്നൊക്കെ പറഞ്ഞിട്ടേ ഓരോരുത്തരും ഇങ്ങനെ പോകാൻ തുടങ്ങിയതാണ്. ഇതല്ലേ അവസ്ഥ, നമ്മുടെ അവസ്ഥ? ആലോചിച്ച് നോക്കും, ഏതൊരാളുടെയും അവസ്ഥ ഇതാണ്. ഗജേന്ദ്രൻ്റെ കഥ എന്ന് പറഞ്ഞാൽ ഗജേന്ദ്രൻ്റെ കഥ വഴി നമുക്ക് നമ്മളെ കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ചിന്തിച്ചു നോക്കൂ, ഒരു കല്യാണ വീട് പേടിപ്പിക്കാതെ വിവരിക്കരുത് കേട്ടോ, സത്യം കിട്ടും, അങ്ങനെ വിവരിക്കരുത്, ഓർമ്മിപ്പിക്കലാണ് മാത്രം. നോക്കൂ, ഒരു കല്യാണ വീട്ടിൽ ആർക്കോ ഒരു നെഞ്ചുവേദന വന്നു എന്നിരിക്കട്ടെ. നെഞ്ചുവേദന വന്നു കഴിഞ്ഞാൽ അയാളെ പൊക്കിയെടുത്തുമ്പോൾ എത്ര പേരുണ്ടാവും? ചിലപ്പോൾ 3-4 കാറൊക്കെ പിന്നാലെ പോകും, 4-5 ബൈക്കും പോകും. അങ്ങനെ 10-22 ആൾ ആശുപത്രിയിലെത്തി ഇയാളെ നേരിട്ട് ICUലേക്ക് കയറ്റി. ബാക്കിയുള്ളവരെന്ത് ചെയ്യും? ഓരോരുത്തരായിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പരിഞ്ഞും അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഫോൺ നോക്കും. കുറച്ച് കഴിഞ്ഞിട്ട് പറയും, അതെ രാവിലെ പാല് വാങ്ങാൻ എന്നോടാണ് പറഞ്ഞത്, എനിക്കൊന്നും പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ പോകും. പിന്നെ പറയും, മറ്റേ മുല്ലമാല വാങ്ങാൻ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ പോവുകയാണ്. അപ്പം ഞാനും കൂടി പോയിട്ട് വരാം. ഓരോരുത്തർ പിരിഞ്ഞു പോയി ഒരാളും ഉണ്ടാവില്ല. അവസാനം ഒരു മനുഷ്യനുണ്ടായെന്ന് വരില്ല. ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഒരു പക്ഷേ നമ്മളും എത്തിച്ചേർന്നു എന്ന് വരാം. ഇനിയിപ്പോൾ ആളില്ല എന്നുള്ള ദുഃഖമായിട്ട് പറയുമ്പോൾ ആളുണ്ടായതുകൊണ്ട് വല്ല കാര്യമുണ്ട്. ആളുണ്ടായി എന്ന് വിചാരിക്കുക. ഇപ്പോൾ എന്താ ലോകത്തിൻ്റെ അവസ്ഥ? എന്തെങ്കിലും ഒരു അറ്റാക്കോ മറ്റോ നെഞ്ചുവേദന വന്നു എന്ന് അറിഞ്ഞാൽ അമേരിക്കയിലും ഓസ്ട്രേലിയയിലൊക്കെ മക്കളൊക്കെ വിളിക്കും. മക്കളൊക്കെ അവിടെ നിന്ന് വളരെ വേഗം ഇല്ലാത്ത ലീവൊക്കെ സംഘടിപ്പിച്ച് വരും. ആൾക്കാരെന്ത് വിചാരിക്കും? അതുകൊണ്ട് വരും. മക്കളുടെ വിചാരം അതാണ്, ആൾക്കാരെന്ത് വിചാരിക്കും? മക്കൾ വന്നിട്ട് ചുറ്റും കൂടി നിൽക്കുന്നു. എന്താ കാര്യം? 2 ദിവസം കഴിഞ്ഞിട്ടും മരിക്കുന്നില്ല. ഒരേ സങ്കടം. മരിക്കും വിചാരിച്ചിട്ടല്ലേ ഇത്ര പെട്ടെന്ന് ഓടിപ്പിടിച്ച് വന്നത്. 2 ദിവസം കാത്തുന്നു, 5 ദിവസം ലീവ് എടുത്ത് വന്നതാണ്. അവസാനം ചിലപ്പോൾ ഈ കുട്ടികൾ തന്നെ പറയും, അമ്മാവനെ വിളിച്ചിട്ട്, അമ്മ നോക്കൂ, ഞാൻ നാളെ രാവിലെ പോകും, എനിക്ക് ലീവില്ലാണ്ട് തീരാറായി, അതുകൊണ്ട് ഞാൻ പോകാൻ പറ്റില്ല, അടുത്ത പ്രാവശ്യം എന്നെ വിളിക്കുമ്പോഴേ നന്നായിട്ട് നോക്കി ഉറപ്പിച്ചിട്ട് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു ചിലപ്പോൾ. ഇതാണ് ലോകം. ശരി, ഇനി തിരിച്ച് ചിന്തിക്കൂ, ധാരാളം പേര് കൂടെ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോഴെന്താ കാര്യം? ഞാൻ പറഞ്ഞു വരുന്ന ആശയം ഇത്രയേ ഉള്ളൂ. നമ്മളുടെ കൂടെ ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ചില വേദനയും ചില സങ്കടമൊക്കെ നമ്മൾ മാത്രം അനുഭവിക്കേണ്ടി വരും. അങ്ങനെ അനുഭവിക്കേണ്ടി വരുമ്പോൾ പോലും നമുക്ക് എന്ത് വിചാരിക്കാൻ പറ്റണം? രോഗമുണ്ടാകുമ്പോഴും അസുഖം വരരുത് എന്ന് തന്നെ മനസ്സിലാക്കണം. രോഗവും അസുഖവും രണ്ടും ഒന്നാണോ? ചിന്തിക്കൂ. അസുഖവും രോഗവും ഒന്നാണോ? തീർച്ചയായിട്ടും അല്ല. കാരണം രോഗം ശരീരത്തെ ബാധിക്കുന്നതാണ്. ശരീരത്തിൻ്റെ ഒരു പര്യായമുണ്ട്, എഴുതി വെച്ചുള്ളൂ എവിടെയെങ്കിലും. രോഗമന്ദിരം എന്നാണ് ശരീരത്തിൻ്റെ ഒരു പര്യായം. രോഗമന്ദിരം എന്നർത്ഥം രോഗം വരാനുള്ള സ്ഥലമാണ് ശരീരം. രോഗം പിന്നെ എവിടെ വരും? പനി എവിടെ വരും? സ്റ്റൂളിൻ്റെ അവിടെ പനിക്കുമോ?
മൈക്കിന് വലിക്കുമോ? വാച്ചിന് വലിക്കുമോ? പനി എവിടെ വരുള്ളൂ? ശരീരത്തിലേ വരൂ. കാൽമുട്ട് വേദന എവിടെ വരൂ? കാൽമുട്ട് വേദന ഉണ്ടാവണമെങ്കിൽ കാലുണ്ടാവണം, കാലിന് മുട്ടുണ്ടാവണം, എന്നാൽ കാൽമുട്ട് വേദന വരും. അപ്പോൾ ശരീരം വേണം. രോഗം ശരീരത്തിന് വരാനുള്ളതാണ്. ഏതൊരു രോഗവും ഏതൊരാൾക്കും വരാം. പക്ഷേ സുഖവും ദുഃഖവും എവിടെ ബാധിക്കുന്നതാണ്? മനസ്സിനെ ബാധിക്കുന്നത്. അപ്പം രോഗം വരുമ്പോഴും മനസ്സിന് സുഖമായിട്ടിരിക്കാൻ പറ്റണം. അങ്ങനെ പറ്റുമോ? തീർച്ചയായിട്ടും. എത്രയോ മഹാന്മാർ അങ്ങനെയാണ്. വലിയ രോഗം കൊണ്ട് പീഡനമേൽക്കുമ്പോഴും മനസ്സിന് ശാന്തമായിരുന്നു. മനസ്സ് ശാന്തമാക്കി വെച്ചു. മക്കൾ എന്ത് ഭീകരമായി പീഡിപ്പിക്കുമ്പോഴും മനസ്സ് ശാന്തമാക്കി വയ്ക്കുക, അതൊരു അനുഗ്രഹമാണ്. ഇപ്പം നോക്കൂ, പലർക്കും രോഗം വരണമെന്നില്ല, രോഗം വരുമോ എന്ന് ആലോചിച്ചിട്ട് മനസ്സിന് സമാധാനം കുറയുക. അവർക്ക് രോഗം വന്നിട്ടില്ല, വരുമെന്ന് ഉറപ്പുമില്ല. എന്നിട്ടും എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, അറ്റാക്ക് വരുമെന്ന് പേടി. അറ്റാക്ക് വരുമെന്നുള്ള പേടിക്ക് എന്താ വരുന്നത്? അറ്റാക്ക് വന്നാൽ അവിടെ കൊണ്ടുപോയി കിടത്താം, ആൻജിയോപ്ലാസ്റ്റി ചെയ്യാം, ഇതൊക്കെ ചെയ്യാം, വഴികളുണ്ട്. വരുമെന്നുള്ള പേടിക്ക് എന്താ ചെയ്യുക? അപ്പം അത് മനസ്സിനെ ബാധിക്കുന്ന പ്രശ്നമാണ്. മനസ്സിനെ ബാധിക്കുന്ന പ്രശ്നം ഒരിക്കലും വരാതിരിക്കട്ടെ. അതുകൊണ്ട് രോഗം വന്നാൽ പോലും അസുഖം വരാതിരിക്കട്ടെ. അതിനു വേണ്ടിയിട്ടാണ് നമ്മളിത് തയ്യാറാവുന്നത്. ഇപ്പോഴേ ചിലപ്പം വരാം, വരാതിരിക്കാം. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ശാന്തമായിട്ടിരിക്കാൻ പറ്റണം. എന്തായാലും ഇവിടുന്ന് പോകണം, അതിനൊരു കാരണം അതായിരിക്കും കാരണം. ഒരു പക്ഷേ ഇനി എന്തെങ്കിലും പരീക്ഷത്തെ അവസാനം പറയുന്നത് എന്താണ്? എന്തെങ്കിലും മരിക്കില്ലേ? തീർച്ചയായിട്ടും മരിക്കും. അതിപ്പോൾ പാമ്പ് കടിച്ചാൽ എന്താണ്? ലോറി കുത്തിയാൽ ഇടിമിന്നലേറ്റ് എന്താ? മരിക്കണം എന്നുള്ള ഉറപ്പാണ്. പിന്നെ എന്ത് വന്നാൽ എന്താണ്? ആ ഭാവനയിലേക്ക് നമ്മൾ ഉയരും. അതാണ് ഉദ്ദേശ്യം. അപ്പോൾ ഗജേന്ദ്രൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചു, ആരുമില്ല. ആരേ ഉള്ളൂ? ഭഗവാൻ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞു പോയ ജന്മത്തിൽ, അഥവാ രാജാവായിരുന്ന ആ ജന്മത്തിൽ ധാരാളം ഭഗവാനെ ഭജിച്ചിരുന്നു എന്നുള്ളത് കൊണ്ട് ആ ഗജേന്ദ്രന് ഭഗവാനെ സ്തുതിക്കാൻ തോന്നി. 2-ാമത്തെ അധ്യായം ഗജേന്ദ്രൻ്റെ സ്തുതിയാണ്. മുഴുവൻ വായിക്കാൻ സമയമില്ല, ചില കാര്യങ്ങൾ മാത്രം പറയാം. നോക്കൂ, അതിഗംഭീരമായിട്ട് ഓരോ താമരപ്പൂവ് പറിച്ചെടുത്ത് ആ ഗജേന്ദ്രൻ എങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഓം നമോ ഭഗവതേ തസ്മൈ യതയേതച്ചിദാത്മകം പുരുഷായ ആദിബീജായ പരേശായ ഭിധീമഹി. ബീജം എന്ന വാക്കിന് വിത്ത് അർത്ഥം. ആൽമര ഉണ്ടാവാനുള്ള കാരണം ആലിൻ്റെ വിത്താണ്. അങ്ങനെ വരുമ്പോൾ ആദിബീജം, ഈ ലോകത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ കാരണം ഭഗവാനാണ്. അങ്ങനെയുള്ള ഭഗവാൻ അങ്ങേക്ക് നമസ്കാരം. അടുത്തത് തൈത്തിരീയ ഉപനിഷത്ത് എന്ന് മറ്റൊന്നുണ്ട്, കേട്ടിട്ടുണ്ടോ? തൈത്തിരീയ ഉപനിഷത്ത്, അതിൽ പ്രധാനമായിട്ടൊരു മന്ത്രമുണ്ട്. യതോ വായുമാനി ഭൂതാനി ജായന്തേ എന്ന് തുടങ്ങുന്ന മന്ത്രം. ആ മന്ത്രത്തിൻ്റെ അതേ അർത്ഥമാണ് അടുത്ത ശ്ലോകത്തിൽ. യസ്മിന്നിദം യതശ്ചേതം യേനേദം യൈദം സ്വയം. ഈ ലോകം മുഴുവൻ ഏതിൽ നിന്നും ഉത്ഭവിച്ചു വന്നു, ഏതൊരു ശക്തി കൊണ്ട് നിലനിൽക്കുന്നു, ഏതിലേക്ക് ചെന്ന് ലയിക്കുന്നു, ആ ശക്തിയാണ് ഭഗവൻ. അങ്ങ് നമസ്കാരം. ഇങ്ങനെ അതിഗംഭീരമായിട്ട് സ്തുതിക്കാൻ ഓരോ താമരപ്പൂ പറിക്കും, ഈ സ്തുതി ചൊല്ലും, അർപ്പിക്കും. ഭഗവാൻ വരില്ലേ 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 സംശയമാണ്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ദീനദീനമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഗജേന്ദ്രൻ. അവസാനം ഓരോ ദേവന്മാരും വന്ന് നോക്കുകയാണ്. ഗണപതി വന്ന് നോക്കി, ഒറ്റ കൊമ്പെന്ന് വിളിക്കുന്നുണ്ടോ, തുമ്പിക്കൈയുള്ളവെന്ന് വിളിക്കുന്നുണ്ടോ? ഇല്ല. അപ്പം എന്നെ ആവില്ല, ഗണപതി പോയി. പരമശിവൻ വന്ന് നോക്കി. അതാണ് അവിടെ പറയുക, ഓരോ ദേവന്മാരും ഓരോ പേരുള്ളവരാണ്, ഓരോ ആകൃതിയുള്ളവരാണ്, ഓരോ ആയുധമുള്ളവരാണ്. അവരാരും വന്നില്ല. കാരണം ഇവിടെ ഏതെങ്കിലും ഒരു ദേവൻ വരേണ്ടത് പറഞ്ഞില്ല. വേദാന്തമാണ് ഇവിടുത്തെ സ്തുതിയുടെ വിഷയം. പക്ഷെ ഭഗവാൻ വരാണ്ടിരിക്കാൻ പറ്റില്ല. ഛന്തോമയേന ഗരുഡേന, ഗരുഡൻ്റെ പുറത്ത് ഭഗവാനിതാ അങ്ങനെ അവിടെ പ്രത്യക്ഷപ്പെട്ട് അപ്പോഴേക്കും ഗജേന്ദ്രൻ്റെ തുമ്പിക്കൈ മാത്രമേ ഉള്ളൂ പുറത്ത്. ആ തുമ്പിക്കൈയിലുണ്ടായിരുന്നു ഒരു താമര. ഗജേന്ദ്രന് മനസ്സിലായി ഭഗവാൻ വന്നു എന്ന്. എങ്ങനെ മനസ്സിലായിണ്ടാവും? തുമ്പിക്കൈ മാത്രമായിട്ട് വെള്ളത്തിൻ്റെ പുറത്ത് വെച്ചിട്ട് മുഴുവനായിട്ട് മുങ്ങിക്കിടക്കാൻ ആനയ്ക്ക് പറ്റും. കാരണം ശ്വാസോച്ഛ്വാസം മാത്രം മതിയാ. ഏതായാലും ആ തുമ്പിക്കൈയിൽ പൂണ്ടായിരുന്നു. ആ തുമ്പിക്കൈയിലേക്ക് മണം വന്നു. വായുവിലാക ഹരിചന്ദന പരിപാവന ഗന്ധം. ഭഗവാന്റെ മാറിലെ ഹരിചന്ദനത്തിൻ്റെ പരിപാവനമായ ഗന്ധം വരുന്നപ്പോൾ ആ ഗജേന്ദ്രൻ്റെ മനസ്സിലായി ഭഗവാൻ വന്നിട്ടുണ്ടെന്ന്. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ എന്ന് പ്രാർത്ഥിച്ച് ആ പൂവ് ഭഗവാന്റെ കാൽക്കലേക്ക് സമർപ്പിച്ചു. ഭഗവാൻ താഴ്ന്നു പറഞ്ഞു, തുമ്പിക്കൈ പിടിച്ചിങ്ങ് ഉയർത്തുമ്പോൾ എന്താ കഥ? ഈ ആനയേക്കാൾ ഭീകരമായ ഒരു മുതല. അപ്പോൾ ആനയെ വെള്ളത്തിലേക്ക് താഴ്ത്താൻ തക്കവണ്ണം ശക്തി ഉണ്ടാവുമോ മുതലയ്ക്ക് എന്ന് സംശയിക്കും പലരും. കാരണം നമ്മൾ ഇന്ന് ആനയെ കാണുന്നു, മുതലയെയും കാണുന്നു. മുതല അത്രയും വലിയ ജീവിയല്ല. അവിടെയാണ് നമ്മൾ പരിണാമ സിദ്ധാന്തത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മുതലയ്ക്ക് ഇന്നുള്ളതിൻ്റെ 100 ഇരട്ടി വലുപ്പമുണ്ടായിരുന്നു അത്ര പണ്ട്. വലിയ ജീവിയായിരുന്നു മുതല പണ്ട്. അതുകൊണ്ടാണ് ആ മുതലയ്ക്ക് സാധിച്ചത്. ശരി, ഏതായാലും ആ മുതല കടിച്ചു തൂങ്ങി കിടക്കുന്നതായിട്ട് കണ്ടു. ചക്രം അയച്ച് ആദ്യം മുതലയെ
മോക്ഷം കൊടുത്ത് മുതലയ്ക്ക് മോക്ഷം കൊടുത്ത ശേഷം രണ്ടാമതായി ഗജേന്ദ്രനും ഭഗവാൻ മോക്ഷം കൊടുക്കുന്നു. അങ്ങനെ അപ്പോഴേക്കും 2 ഗരുഡന്മാരവിടെ ഉണ്ടായിരുന്നു. ആ 2 ഗരുഡന്മാരിൽ കയറി രണ്ടുപേരും ഒപ്പം ആകാശത്തേക്ക് പൊങ്ങിപ്പോയി. നമ്മൾ നേരത്തെ കേട്ടില്ലേ പാട്ട്? 2 താർക്ഷ്യന്മാരിൽ കയറി 2 പേരും ഒപ്പം ആകാശത്തേക്ക് പൊങ്ങിപ്പോയി. ഇതാണ് ഗജേന്ദ്ര മോക്ഷം. ആശയം എന്താണ്? ഗജേന്ദ്രൻ വെള്ളം കുടിക്കാൻ വേണ്ടി പൊയ്കയിലേക്ക് വന്നു. ആ വന്നത് വെള്ളം കുടിക്കാനാണ്. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് സുഖിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ അവിടുന്ന് കയറിപ്പോരേണ്ടതില്ല എന്ന് വിചാരിച്ച് അതിൽ തന്നെ മുഴുകുമ്പോൾ മുതല വന്ന് പിടിക്കും. കർമ്മമാകുന്ന മുതല വന്ന് പിടിക്കും. അതുപോലെ നമ്മൾ ഈ ലോകത്തേക്ക് വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശ്യം ഭക്തന്മാരെ നമ്മൾ എന്താ എപ്പോഴും പറയുക? ഭഗവാനെ ഭജിക്കാനാണ്. ഭഗവാനെ ഭജിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുറേ സുഖിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ അതിൽ തന്നെ നിന്ന് പോയാൽ കർമ്മമാകുന്ന ഗ്രാഹം നമ്മളെ വന്ന് പിടിക്കുന്ന. ഇനി ഇതിൻ്റെ ഈ കാലിൽ വന്ന് പിടിച്ച മുതലയുടെ പിന്നിലും ഒരു കഥയുണ്ടായിരുന്നു. ഹൂഹു എന്നായിരുന്നു ഈ മുതലയുടെ പേര്. ഹൂഹു എന്നൊരു പേര്. ഇങ്ങനെയൊക്കെ പേരിട്ടാൽ തന്നെ നേരെയാവും പ്രയാസ. ഹൂഹു എന്നൊരു പേര്. ഒരു ഗന്ധർവനായിരുന്നു അദ്ദേഹം. ദേവന മഹർഷി അവിടെ ഒരു നദീതീരത്ത് കുളി കഴിഞ്ഞ് തർപ്പണം ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇയാൾ പോയിട്ട് വെറുതെ വെള്ളം ചീറ്റി തെറിപ്പിക്കുക, വെള്ളത്തിൽ ഊടിയിട്ട് പോയിട്ട് കാല് പിടിച്ച് കളിക്കുക, ഇങ്ങനെ കുറേ ബുദ്ധിമുട്ടിച്ചു. അപ്പം ഒന്ന് മനസ്സിൽ കാണും ആ സംഭവം. അപ്പം അവിടെ മഹർഷി പറഞ്ഞിട്ടുണ്ടാവില്ലേ പല പ്രാവശ്യം, താൻ എന്നെ ഉപദ്രവിക്കരുത്, എനിക്ക് പ്രായം ചെന്ന ആളാണ്, തന്നെ ഉപദ്രവിക്കുന്നില്ല, തനിക്ക് തൻ്റെ കാര്യം എനിക്ക് എൻ്റെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇയാൾക്കൊരു രസം, വെറുതെ ഒരു രസം. അങ്ങനെ ഇതിങ്ങനെ വല്ലാണ്ട് വർദ്ധിച്ചു വന്നപ്പോൾ മഹർഷിക്ക് ദേഷ്യം വന്നു. മഹർഷി ഇത്രത്തോളം താല്പര്യമുണ്ടോ വെള്ളത്തിൽ കിടക്കാൻ? മുതലയായി പോട്ടെ ശപിച്ചു. ശപിക്കപ്പെട്ടപ്പോൾ അവധയും നോക്കി, എന്തെങ്കിലും മോക്ഷം തരണേ എന്ന് പറഞ്ഞു. അപ്പോഴാണ് മോക്ഷം കിട്ടാൻ എന്ത് ചെയ്യണം? ഒരു ഭക്തൻ്റെ കാല് പിടിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഭക്തൻ്റെ വരവും കാത്തിട്ട് മുതലയിൽ കുളത്തിൽ കിടക്കുകയാണ്. അപ്പോൾ ഈ ഗജേന്ദ്രൻ ഭക്തനാണെന്ന് അറിയാം. മുതലയ്ക്ക് പിന്നെ പിടിക്കാൻ പറ്റില്ല, കൈ കണ്ടിട്ടില്ലേ, ശരീരത്തിൽ ഒട്ടിച്ചേർന്നുള്ള കൈയാണ്. കടിച്ചു പിടിച്ചു, മോക്ഷം കിട്ടുന്നവരെ പിടിച്ചു. മോക്ഷം കിട്ടിയപ്പോൾ പിടിവിട്ടത്. ഇതാണ് ഗജേന്ദ്ര മോക്ഷം. ഇനി പാലാഴി